ഗോവിന്ദചാമിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടുണ്ട്. ഈ ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ ജയിൽ ചാടിയത്, എങ്ങനെയായിരുന്നു ആസൂത്രണം, അക്കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടോ ഗോവിന്ദചാമി? ഗോവിന്ദചാമി പല കാര്യങ്ങളും ചോദ്യം ചെയ്യലിൽ പോലീസിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ കാര്യങ്ങളും പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല. എന്നാൽ എങ്ങനെ ജയിൽ ചാടി എന്ന കാര്യത്തിൽ ഇപ്പോൾ ചില തുറന്ന പറച്ചിലുകൾ ഗോവിന്ദചാമി നടത്തിയിട്ടുണ്ട്. ഈ തുണി ഉപയോഗിച്ചാണ് മതിൽ ചാടി കടന്ന് പുറത്തേക്ക് എത്തിയത്. ആ തുണി നമുക്കറിയാം, ഗോവിന്ദചാമിക്ക് ഒരു കൈ മാത്രമാണുള്ളത്, മറു കൈപ്പത്തിയില്ല. അങ്ങനെ ഒരു കൈ ഉപയോഗിച്ച് തുണിയിൽ പിടിച്ച് മുകളിലേക്ക് കയറി, തുടർന്ന് വായ കൊണ്ട് തുണി കടിച്ചു പിടിച്ചു. വീണ്ടും അടുത്ത കൈ ഉപയോഗിച്ച് മുകളിലേക്ക് കയറി വീണ്ടും വായ ഉപയോഗിച്ച് തുണി കടിച്ചു പിടിച്ച് അങ്ങനെയാണ് മുകളിലേക്ക് കയറിയത് എന്നതാണ് ഗോവിന്ദചാമി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം ഇപ്പോൾ കണ്ണൂർ ടൗൺ സ്റ്റേഷനിലേക്ക് ഗോവിന്ദചാമിയെ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി. സ്വാഭാവികമായും അവിടെയുള്ള ജനങ്ങൾ ഇന്ന് രാവിലെ ഈ വാർത്ത കേട്ട് വലിയ രീതിയിൽ പരിഭ്രാന്തരായിരുന്നു. അവർ കൂടി ഈ അന്വേഷണത്തിന്റെ, ഈ തെരച്ചിലിന്റെ ഭാഗമായിരുന്നു ഇന്ന് രാവിലെ. ഇപ്പോൾ ഈ പറയുന്ന വൈകാരികമായ പല പ്രതികരണങ്ങളും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ കണ്ണൂർ ഇപ്പം ചോദ്യം ചെയ്യുന്ന സ്ഥലത്തും അതോടൊപ്പം തന്നെ ഇപ്പോൾ മാറ്റിയിരിക്കുന്ന ഈ ടൗൺ പോലീസ് സ്റ്റേഷന് മുന്നിലൊക്കെ ആളുകളുണ്ടോ, ജനങ്ങളുണ്ടോ? നാട്ടുകാർ അങ്ങനെ അധികമായി ഒന്നുമില്ല. പക്ഷെ വളരെ കുറച്ച് പേർ ഗോവിന്ദചാമിയെ കാണാനായിട്ട് ഈ ടൗൺ സ്റ്റേഷന്റെ പുറത്തായി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അത്തരം ചില ആളുകളെ കാണാം. അതിനപ്പുറത്തേക്ക് വലിയ ജനക്കൂട്ടം ഒന്നും തന്നെ ഇല്ല. നേരത്തെ ഗോവിന്ദചാമിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് പോലീസ് സ്റ്റേഷന് പുറത്ത് വലിയ രീതിയിൽ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. ഇപ്പോൾ ഏതായാലും ഈ സ്റ്റേഷനുള്ളിലേക്ക് ഗോവിന്ദചാമിയെ മാറ്റിയിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ പൂർണ്ണമായും പൂർത്തിയാക്കി. ഇനിയിപ്പോൾ ഇവിടെ നിന്നും കോടതിയിലേക്ക് മാറ്റുകയാണ് ഉണ്ടാകുന്നത്. അതൊരു 4 മണിയോട് കൂടിയായിരിക്കും ഗോവിന്ദചാമിയെ പുറത്തേക്ക് ഇറക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനായി പുറത്തു പോയിട്ടാണുള്ളത്. അതിനുശേഷം അവർ തിരികെ വരും. ഒരു 4 മണിയോട് കൂടിയായിരിക്കും ഗോവിന്ദചാമിയെ വീണ്ടും ഈ കോടതിയിലേക്ക് കൊണ്ടുപോകുക. പിന്നീടായിരിക്കും തുടർ നടപടിക്രമങ്ങൾ ഉണ്ടാവുക. ഏതായാലും ഗോവിന്ദചാമി ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് ഈ ചോദ്യം ചെയ്യലിലാണ് ഇത്തരം ചില കാര്യങ്ങൾ ഗോവിന്ദചാമി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൻ എങ്ങനെ തുണി ഉപയോഗിച്ച് ഈ മതിൽ ചാടി എന്നതാണ്. അതായത് ഒരു കൈ ഉപയോഗിച്ച്, ഒരു കൈ മാത്രമാണ് ഗോവിന്ദചാമിക്കുള്ളത്. ആ ഒരു കൈ ഉപയോഗിച്ച് തുണിയിൽ പിടിച്ച് കയറിയ ശേഷം വായ ഉപയോഗിച്ച് തുണി കടിച്ചു പിടിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് മറ്റൊരു കൈ ഉപയോഗിച്ച് തുണിയുടെ മുകൾ വശത്തേക്ക് പിടിച്ചു. ഒറ്റ കൈയും പല്ലും ഉപയോഗിച്ചാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത് എന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സമ്മതിച്ചിരിക്കുന്ന കാര്യം. സ്വാഭാവികമായും ഇനിയും കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടാവും. ജയിൽ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ വിയ്യൂരിലേക്ക് മാറ്റാനുള്ള ആലോചനകളും ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്.